തിരുവനന്തപുരത്ത് വായ്പാ കുടിശ്ശികയെ തുടർന്ന് കുടുംബത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി സ്വകാര്യ ബാങ്ക്. പറണ്ടോട് സ്വദേശി നഹാസും കുടുംബവുമാണ് ജപ്തി നടപടി നേരിട്ടത്. 5 മാസം പ്രായമുള്ള കുട്ടിയും വയോധികരും ഉൾപ്പെടെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ദേവൻ MP ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദേവൻ, എന്താണ് സംഭവിച്ചത്? ഈ കുടുംബം ഇപ്പോൾ എവിടെയാണ്? ആനന്ദ്, 2018 പറണ്ടോട് സ്വദേശിയായിട്ടുള്ള നഹാസ് ഇത്തരത്തിൽ വീട് വെക്കുന്നതിനായി പറണ്ടോടുള്ള സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് ഈ കോവിഡ് ഒക്കെ ബാധിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് വിദേശത്തുള്ള ജോലി നഷ്ടമാവുകയും തിരികെ നാട്ടിലേക്ക് വരികയുമായിരുന്നു. പിന്നീട് നാട്ടിൽ ലോഡിംഗ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ജോലികളായിരുന്നു ഇദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് ഒരു അപകടത്തെ തുടർന്ന് ഈ ജോലിക്കും ഈ നഹാസിന് പോകാൻ കഴിയാതെ ഇതോടെയാണ് ഈ വായ്പാ തിരിച്ചടവ് മുടക്കിയിട്ടുണ്ടായിരുന്നത്. 11 ലക്ഷം രൂപയായിരുന്നു ഈ സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളത്. അതിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ തിരിച്ചടയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 6 ലക്ഷത്തിലധികം രൂപ ഇനിയും വായ്പയായി തുടരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഈ ബാങ്ക് അധികൃതർ ഈ ജപ്തി നടപടിയുമായി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തുക ഇപ്പോൾ ഈ കുടുംബത്തിന് ഇപ്പോൾ ഉടനെ തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ബാങ്കിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തങ്ങൾക്കൊരു 6 മാസത്തെ സാവകാശം കൂടി നൽകിയാൽ ഈ തിരിച്ചടയ്ക്കാനുള്ള തുകയുടെ നിശ്ചിത ശതമാനം തുകയെങ്കിലും തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നൊരു കാര്യം കൂടി ബാങ്കിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ 2 മാസത്തിലധികം കൂടുതൽ കാലാവധി തങ്ങൾക്ക് നൽകാനാകില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ബാങ്കിന്റെ ഭാഗത്തും ഉണ്ടായത്. ഇതോടെയാണ് ഈ നഹാസും ഒപ്പം തന്നെ വയോധികരും അടക്കുന്ന ഈ കുടുംബത്തെയും പുറത്താക്കിക്കൊണ്ട് ബാങ്ക് ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജപ്തി നടപടി നേരിട്ടതിനെ തുടർന്ന് ഈ നഹാസും കുടുംബവും ഇപ്പോൾ വീടിന് പുറത്ത് തന്നെ തുടരുകയാണ്. നഹാസിന്റെ ഭാര്യയും 5 വയസ്സുള്ള കൈക്കുഞ്ഞും ഇപ്പോൾ വീടിന് പുറത്താണ്. മാത്രമല്ല, ഇവരുടെ രക്ഷിതാക്കളും അതും നഹാസിന്റെ മാതാപിതാക്കളും ഒപ്പം തന്നെ നഹാസിന്റെ മാതാവിന്റെ ഉമ്മയും അടക്കം ദേവൻ MP ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ കുടുംബത്തെ അടിയന്തരമായി ആരെങ്കിലും സഹായിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.